ഹായ് ഗൈസ്, F1 മൂവി പോയി കണ്ടു. അത് റിലീസ് ചെയ്ത് അന്ന് എനിക്ക് പോയി കാണാൻ പറ്റിയില്ല. ഞാൻ ഒരുപാട് വെയിറ്റ് ചെയ്ത് കാണണമെന്ന് ഭയങ്കരമായിട്ട് ആൻറ്റിസിപ്പേറ്റ് ചെയ്തിരുന്നൊരു പടമാണ് F1. അതിൻ്റെ ട്രെയിലറൊക്കെ ഇറങ്ങിയപ്പോൾ തുടങ്ങി പടം ഹെവിയാണെന്ന് അറിയായിരുന്നു. പടം ഹെവിയാണ്, ഒരു രക്ഷയില്ലെന്നും പറയാനില്ല. പക്ഷേ ഈ പറഞ്ഞ പോലെ എനിക്ക് വേറൊരു ട്രാവൽ പ്ലാൻസൊക്കെ നേരത്തെ നമ്മൾ ചെയ്തു വെച്ചതുകൊണ്ട് എനിക്ക് റിലീസിൻ്റെ അന്ന് പോകാൻ പറ്റിയില്ല. അപ്പോൾ ഞാൻ അതൊക്കെ കഴിഞ്ഞ് വന്ന് ഇന്നലെയാണ്, ഇന്നലെയല്ല മിനിഞ്ഞാന്നാണ് ഞാൻ പോയി നമ്മുടെ എടപ്പള്ളി PVR പോയി പടം കണ്ടത്. പടം ഞാൻ ആക്ച്വലി എനിക്കിത് അറിയാമായിരുന്നു, ഒരു സിനിമാറ്റിക് എക്സ്പീരിയൻസ് ആയതുകൊണ്ട് ഞാൻ യൂട്യൂബിലൊന്നും കയറിയിട്ടൊന്നും ഇതിൻ്റെ ക്ലിപ്സൊന്നും ഞാൻ ഒന്നും കണ്ടില്ലായിരുന്നു. കുറേ തിയേറ്റർ ക്ലിപ്സൊക്കെ കുറേ യൂട്യൂബിലൊക്കെ ലീക്കായിട്ടുണ്ട്. ഞാനിതൊന്നും കണ്ടില്ല, ഞാൻ പോയി കണ്ടു. എൻ്റെ പൊന്നെ, ഒന്നും പറയാനില്ല, കിടിലൻ പടം. അതായത് ജോസഫ് കൊസിൻസ്കി അയാളുടെ നമ്മുടെ മാവറിക്ക് ഞാൻ തിയേറ്ററിൽ പോയി കണ്ടാണ്, IMAX-ലാണ് കണ്ടത്. അത് എൻ്റെ അഭിപ്രായത്തിൽ അതിനേക്കാളും മികച്ചതായിട്ട് പുള്ളി ഇത് ചെയ്തു വെച്ചിട്ടുണ്ട്. ഒരു രക്ഷയില്ല. പടം തിയേറ്ററിൽ പോയി കണ്ടില്ലെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ മൊബൈലിൽ കാണാം, TV കാണാമെന്ന് പറഞ്ഞൊക്കെ ഇരിക്കണമാർ വൻ നഷ്ടമാണ്. കാരണം ഇത് സ്റ്റോറി ബേസും ബാക്കി പറഞ്ഞ ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് മുമ്പും ഒരുപാട് F1 മൂവീസും സ്പോർട്ട് മൂവീസൊക്കെ ഉണ്ട്. ഇപ്പോൾ ഫോർഡ് വേഴ്സസ് ഫെരാരി, അതെന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ വേറെ ലെവൽ പടങ്ങളാണ്, എന്നും പറയാനില്ല. പക്ഷേ ആ സ്റ്റോറി ബേസൊന്നും അതിൻ്റെ അടുത്തൊന്നും വരത്തില്ല. അതൊക്കെ ഞാൻ അങ്ങനെയല്ല, പക്ഷെ ഇതിനേക്കാളും മികച്ചതായിട്ട് എനിക്കത് തോന്നിയിട്ടുണ്ട്. പക്ഷെ ഞാൻ പറയണമെന്ന് വെച്ചാൽ ഇത് നമ്മൾ തിയേറ്ററിൽ പോയി തിയേറ്ററിൻ്റെ ആവശ്യകത എന്താണ്, അത് പൂർണ്ണമായി ഒരു 100% നിറവേറ്റുന്ന ഒരു പടമാണത്. ഇങ്ങനത്തെ പടങ്ങളാണ് തിയേറ്ററിൽ പോയി നമുക്ക് കാണേണ്ടത്. അതിൻ്റെ എന്താണ് റേസിങ് സീക്വൻസ് ഒരു രക്ഷയില്ല. അതുപോലെ തന്നെ ഹാൻസ് സിമ്മറിൻ്റെ മ്യൂസിക്കൊക്കെ വേറെ, എൻ്റെ ഒരു രക്ഷയില്ല കേട്ടോ. അതൊക്കെ ശരി. ഞാനിപ്പോൾ ആക്ച്വലി അതിലൊരു പാട്ടുണ്ട്, എൻ്റെ ഓൺ മൈ മൈൻഡ് എന്തോ ആണ്, ഔട്ട് ഓഫ് മൈ മൈൻഡ് എന്താണ് ആ പാട്ടിൻ്റെ പേര്. ആ പാട്ട് അത് ആക്ച്വലി ആ മൂവിയിൽ കാണിക്കുന്നുണ്ട്, ആ മൂവിയിൽ അതുണ്ട് ആ പാട്ട്. പക്ഷെ നമ്മൾ ആ വിഷ്വൽസൊക്കെ കാണുമ്പോൾ ഞാൻ ആക്ച്വലി ഈ പാട്ടിൻ്റെ ഇതൊന്നും ഞാൻ ശ്രദ്ധിച്ചില്ല. നമ്മൾ ഈ പടം കാണുന്നതിൻ്റെ ഇതിൽ ഈ പാട്ട് ബാക്ക്ഗ്രൗണ്ടിൽ കിടന്ന് കളിക്കണമെന്നും ഞാൻ ശ്രദ്ധിച്ചില്ല. പക്ഷെ ഇത് കഴിഞ്ഞ് വന്നിട്ട് ഞാൻ ഈ പാട്ട് ഞാൻ ഇങ്ങനെ അന്വേഷിച്ച് തിരഞ്ഞു പിടിച്ച് കണ്ട് കേട്ടിട്ട് പിന്നെ അത് കിട്ടില്ല പാട്ട്. ആ പാട്ട് നിങ്ങൾ കേൾക്കണം. ആ പാട്ടിൻ്റെ ഡീറ്റെയിൽ ഞാൻ പറഞ്ഞുതരാം. അതിൻ്റെ ഇത് മറന്നു എന്നേ. ലൂസ് മൈ മൈൻഡ് എന്നുള്ള ആ സോങ്, അത് ഡോൺ ടൊലിവർ പുള്ളിയാണ് അതിൻ്റെ ആർട്ടിസ്റ്റ്. ആ പാട്ടും ഒരു രക്ഷയില്ല. പടം വെറുതെ സിനിമാറ്റിക് മാസ്റ്റർ പീസാണ്. ഇതിപ്പോൾ ബാക്കിയുള്ള F1 ഞാൻ റഷൊക്കെ കണ്ടിട്ടുണ്ട്. ഒക്കെ ഞാൻ റഷ് തിയേറ്ററിൽ പോയി കണ്ടിട്ടൊന്നുമില്ല, ഞാനത് മൊബൈലിൽ കണ്ടാണ്. റഷ് കിട്ടില്ല പടമാണ്. പക്ഷേ അത് നമുക്ക് തിയേറ്ററിൽ കാണാത്തത് കൊണ്ട് ആ പടം മനസ്സിലായി. നമുക്കത് മൊബൈലിലും TV-യിലൊക്കെ നമുക്കൊരു മൂവീസൊക്കെ എൻജോയ് ചെയ്യുന്നതിനൊക്കെ ഒരു പരിധിയുണ്ട്. ഇങ്ങനത്തെ ഭയങ്കര അഡ്രിനാലിൻ ഇതായിട്ടുള്ള പടങ്ങളൊക്കെ, സ്പോർട്ട് ഡ്രാമ, ഇങ്ങനത്തെ ഭയങ്കര ആക്ഷൻ പടങ്ങളൊക്കെ നമ്മൾ മൊബൈൽ TV-യിലൊക്കെ കണ്ടാൽ നമുക്ക് അതിൻ്റെ ആ ഒരു ഹരം കിട്ടുന്നതിനൊക്കെ ഒരു പരിധിയുണ്ട്. പക്ഷേ ഇതെന്ന് വെച്ചാൽ തിയേറ്ററിൽ പോയി തന്നെ കാണണം, കിടിലൻ പടം. ഞാൻ ആക്ച്വലി ഈ മൂവി റിവ്യൂസ് ഒന്നും ചെയ്യാറൊന്നുമില്ല. ഞാൻ ആദ്യമായിട്ടാണ് ഒരു മൂവി റിവ്യൂ ചെയ്യണത്. പക്ഷേ ഈ പടം കണ്ടിട്ട് എനിക്ക് ഇതിനെപ്പറ്റി 2 വാക്ക് പറയണം എന്ന് തോന്നിയിട്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ഇങ്ങനെ ചെയ്യണത് തന്നെ. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ അത് പോയി കാണാം, IMAX-ൽ തന്നെ പോയി കാണാൻ. ഞാൻ IMAX-ലല്ല കണ്ടത്, ഞാൻ PVR-ലാണ് കണ്ടത്. പക്ഷേ ഞാൻ നാളെ ഇവിടെ പോകുന്നുണ്ട്, IMAX-ൽ കാണാനായിട്ട് വേണ്ടി ഞാൻ പോകുന്നുണ്ട്. അമ്മാതിരി പടമാണ്, പറ്റുമെങ്കിൽ പോയി കാണാം. സൂപ്പർ പടം.